ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫിറ്റോണിയ പ്ലാന്റിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോ ഫിറ്റോണിയ പ്ലാന്റിനെ കുറിച്ച് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമുണ്ട്, ജെനുവിൻ ആയിട്ടുള്ള ഒരു സെല്ലറിനെ പരിചയപ്പെടുത്താമോ എന്ന്. വയനാട്ടിൽ താമസമാക്കിയിരിക്കുന്ന ഷെനിലിൻ്റെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ഷെനിലിൻ്റെ ഗാർഡൻ ടൂർ വീഡിയോ കാണിക്കുകയുണ്ടായി. അതിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ സെയിലിനുള്ളതാണ്. വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇപ്പോൾ ഫിറ്റോണിയ പ്ലാന്റ്സ് മാത്രമല്ല, എല്ലാ പ്ലാന്റ്സും സെയിലിനുണ്ട്. നിങ്ങൾക്ക് പഴയ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഷെനിലിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അതുപോലെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഷെനിലിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പൂച്ചെടികളെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് ഫിറ്റോണിയ പ്ലാന്റ്. ഇലകളുടെ വേരിയേഷൻസും അതുപോലെ തന്നെ കളേഴ്സിൻ്റെ വ്യത്യസ്തതയും കൊണ്ടാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് മറ്റ് ഫോളിയേജ് പ്ലാന്റ്സിനേക്കാളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ നല്ല ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതോടൊപ്പം നല്ല ഹ്യൂമിഡിറ്റിയും നല്ല മോയ്സ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് വളർന്നു വരത്തുള്ളൂ. ഷെനിൽ എങ്ങനെയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് കെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഷെനിലിൻ്റെ ഗാർഡനിൽ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇരിക്കുന്നത് ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ളിടത്താണ്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഒത്തിരി കൊണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ലീവ്സ് എല്ലാം തന്നെ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഷെയ്ഡിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ലീവ്സിൽ നല്ല കളർ വരത്തുള്ളൂ. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കാൻ ശ്രമിക്കുക. എന്നാലേ ഈ ഒരു കാണുന്ന പിങ്ക് കളറൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ നെർവ്സൊക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫിറ്റോണിയ പ്ലാന്റിനെ നെർവ് പ്ലാന്റ് എന്നും കൂടെ പറയുന്നത്. ഷെനിൽ എങ്ങനെയാണ് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. മണൽ അതുപോലെ തന്നെ കുറച്ച് കൊക്കോപീറ്റ്, പെർലൈറ്റ് ചേർക്കുന്നുണ്ട്. പെർലൈറ്റ് കൂടുതൽ ചേർക്കാനുള്ള കാരണം അതിൻ്റെ മണ്ണിൽ ഉണ്ടാവുന്ന വായുസഞ്ചാരം കൂടാൻ വേണ്ടിയിട്ടാണ് പെർലൈറ്റും കൂടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പോട്ടിംഗ് മിക്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ചെടി ഒരു 4-5 കൊല്ലം ഇതുപോലെ തന്നെ ഈ ഒരു പോട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. മറ്റ് ചെടികളെ പോലെ ഓരോ വർഷം കൂടുമ്പം നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റേണ്ട ഒരു കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് വളരെ സ്ലോ ഗ്രോത്താണ്. പെട്ടെന്ന് സാധാരണ ഹാങ്ങിങ് പ്ലാന്റ്സിനെ പോലെ പെട്ടെന്ന് വളർന്നു വരുന്നതല്ല, വളരെ സ്ലോ ഗ്രോത്ത് ആണ്. ഫിറ്റോണിയ പ്ലാന്റ് വാട്ടർ ലവിങ് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ വാട്ടറിങ് നല്ല പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വെള്ളം ഒഴിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഈ ഒരു ചെടിയിൽ വെള്ളം അധികം ഒഴിച്ചാലും അതുപോലെ തന്നെ വെള്ളം തീരെ ഇല്ലാതായി കഴിഞ്ഞാലും പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു ചെടിയാണ്. ഇതിന് വെള്ളം ഒഴിക്കണം, പക്ഷെ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോട്ടായിരിക്കണം. ഒരു കാരണവശാലും ഇതിൽ ഈ ഒരു പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ചെടിയിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി വേഗം ഈ ഒരു ചെടി നശിച്ചു പോകുന്നത് കാണാം. ഈ ഒരു ചെടി നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടറിങ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇത് മോയ്സ്റ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എപ്പോഴും സോയിൽ എപ്പോഴും ഡ്രൈ ആവാതെ നോക്കുക. കുറച്ച് ഈർപ്പം നിൽക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഇതിൻ്റെ പോട്ടിങ്. വേനൽക്കാലത്തും അതുപോലെ നല്ല ചൂടുള്ള സമയത്തും ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ളതാണ്. നാടൻ ടൈപ്പിലുള്ള ഫിറ്റോണിയ പ്ലാന്റ്സും ഉണ്ട്, പക്ഷേ ഇത്രയും കളേഴ്സ് കാണാൻ സാധിക്കത്തില്ല.
ഏറ്റവും കൂടുതൽ ഷെയ്ഡ് ഉള്ളത് വെള്ളയിൽ ഗ്രീൻ നെർവ്സ് ഉള്ള രീതിയിലും അതുപോലെ ഗ്രീനിൽ വൈറ്റ് നെർവ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട്, ആ ഒരു ഷെയ്ഡാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഷെനിലിൻ്റെ കയ്യിൽ 30ഓളം വെറൈറ്റീസ് ഉണ്ട്. ഷെനിൽ പറയുകയുണ്ടായി ചിലരൊക്കെ ഇതൊരു ഹോബി പോലെ പ്ലാന്റ്സിനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളത് കളക്ട് ചെയ്യാറുണ്ട്. അപ്പം പുതിയ പ്ലാന്റ്സ് വന്നോന്ന് ഇടയ്ക്ക് എൻക്വയറി ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഷെനിൽ എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നോക്കാം. കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെം പ്രൊപ്പഗേഷനാണ്. തണ്ട് ഒടിച്ച് കുത്തിയാണ് നട്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഷെനിൽ പറയുന്നത്. സീഡ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെങ്കിലും ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 4 മാസത്തോളം എങ്കിലും എടുക്കും ഓരോ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അതിലും എളുപ്പമാണ് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ തണ്ടുകൾ വെച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പം 4 ലീഫും താഴെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ വേരുകൾ വന്നു തുടങ്ങും. നല്ല രീതിയിൽ ഇലകളെല്ലാം വന്നു തുടങ്ങും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു സ്ലോ ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഏറ്റവും നല്ലത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. പ്രത്യേകിച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള കളേഴ്സ് കളക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ തന്നെ ഒരു മൊത്തത്തിലൊരു ഭംഗിയായിരിക്കും. പൂച്ചെടികളുടെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെടിയും വെക്കാം. ഫിറ്റോണിയ പ്ലാന്റ് ഏകദേശം 15 ഇഞ്ച് വരെ 15 ഇഞ്ചസ് വരെ മാക്സിമം ഇത് വളരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടിയാണ്. ഫിറ്റോണിയ പ്ലാന്റിന് മൊസൈക്ക് പ്ലാന്റ്, നെർവ് പ്ലാന്റ് എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. ഷെനിൽ എല്ലാ പ്ലാന്റ്സിനും, ഇപ്പോൾ ഫിറ്റോണിയ പ്ലാന്റ്സ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ തോട്, അതുപോലെ തന്നെ സവാളയുടെ തൊലി, പഴത്തിൻ്റെ തൊലി, ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് വെക്കും. 4-5 ദിവസത്തിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വെള്ളവുമായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഈ ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ഒരു ഗ്രോത്തും നല്ല ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെനിലിനെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.